ഓം ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗവിധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവൈകരം സർവലോകൈകനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തെ സാഷ്ടാംഗ പ്രണാമം. ശ്രീകൃഷ്ണ ചരിതാമൃതത്തില് ഇന്ന് നമ്മൾക്ക് ചിന്തിക്കേണ്ട 68-ാമത്തെ അധ്യായം മഹർഷി നാരദൻ കൃഷ്ണന്റെ ഭവനങ്ങൾ സന്ദർശിക്കുന്നതാണ്. ഭൗമാസുരൻ എന്ന പേരിലും അറിയപ്പെട്ടിരുന്ന നരകാസുരനെ വധിച്ച ശേഷം ഭഗവാൻ കൃഷ്ണൻ 16,000 സ്ത്രീകളെ ഭാര്യമാരായി സ്വീകരിച്ചു എന്ന് നാരദ മഹർഷി കേട്ടിരുന്നു. ഭഗവാൻ കൃഷ്ണൻ 16,000 രൂപങ്ങളായി വികസിച്ച് ഏകകാലത്ത് തന്നെ വിവിധ രാജമന്ദിരങ്ങളിലായിട്ട് 16,000 പേരെ വിവാഹം ചെയ്തെന്ന് കേട്ട അദ്ദേഹം അത്ഭുതപ്പെടുകയും ചെയ്തു. ഇത്രയധികം ഭാര്യമാരുമായിട്ട് കൃഷ്ണൻ ഗൃഹസ്ഥ ജീവിതം നയിക്കുന്നത് എങ്ങനെ എന്നറിയാനുള്ള ആകാംക്ഷ മൂലം ഈ ലീലകൾ കാണാൻ ആഗ്രഹിച്ച് കൃഷ്ണന്റെ വിഭിന്ന ഭവനങ്ങൾ സന്ദർശിക്കാൻ നാരദൻ യാത്ര തിരിച്ചു. നാരദൻ ദ്വാരകയിലെത്തുമ്പോൾ അവിടുത്തെ ഉദ്യാനങ്ങളിലും വിഹര സ്ഥലങ്ങളിലും എല്ലാം വിവിധ തരത്തിലും വർണ്ണത്തിലുമുള്ള പൂക്കൾ കൊണ്ട് വനമ്രമായ കായ്കനികൾ തോപ്പുകൾ കൊണ്ടും നിറഞ്ഞിരുന്നു. വൃന്ദാവനം വളരെ മനോഹരമായിട്ട് തോന്നി. എങ്ങും പക്ഷികളും കളകളം മയിലുകളുടെ കേകാരാമം, വെൺതാമരയും ചെന്താമരയും വിരിഞ്ഞു നിൽക്കുന്ന കുളങ്ങൾ, ചിലപ്പോൾ അവിടെയൊക്കെ ആമ്പൽക്കുളം വിരിഞ്ഞു നിന്നിരുന്നു. തടാകങ്ങളിൽ നീന്തിക്കളിച്ചിരുന്ന അരയന്നങ്ങളുടെയും കൊക്കുകളുടെയും കളസ്വനം എങ്ങും മാറ്റലിക്കൊണ്ടിരുന്നു. വെണ്ണക്കല്ലുകൊണ്ട് നിർമ്മിച്ച 9 ലക്ഷം വൻകിട രാജമന്ദിരങ്ങളാണ് നഗരത്തിലുണ്ടായിരുന്നത്. അവയുടെ വാതായനങ്ങളും കവാടങ്ങളും വള്ളി കൊണ്ടാണ് നിർമ്മിച്ചിരുന്നത്. അവയുടെ വാതായനങ്ങളും കവാടങ്ങളും വെള്ളി കൊണ്ടാണ് നിർമ്മിച്ചിരുന്നത്. ഗ്രഹങ്ങളുടെയും കൊട്ടാരങ്ങളുടെയും സ്തംഭങ്ങളിൽ മരതകം, ഇന്ദ്രനീലം തുടങ്ങിയ രത്നങ്ങൾ പതിച്ചിരുന്നു. മിനുമിനുത്ത തറയും തളങ്ങളും രാജവീഥികളും ഇടവഴികളും നാൽക്കവലകളും തെരുവുകളും ആ പണങ്ങളുമൊക്കെ ഭംഗിയായി അലങ്കരിച്ചിരുന്നു. ഇവിടെ ഭഗവാന്റെ ദ്വാരകാപുരിയിൽ പ്രവേശിച്ച നാരദര് ഭഗവാൻ എങ്ങനെയാണ് 16,000 സ്ത്രീകളെ ഭാര്യമായി സ്വീകരിച്ച് സംരക്ഷിക്കുന്നത് എന്ന് കേട്ടപ്പോൾ തന്നെ അത്ഭുതം തോന്നി. അത് നേരിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നാരദർക്ക് ആഗ്രഹമുദിച്ചു. അതുകൊണ്ട് നാരദര് ദ്വാരകാപുരിയിലെത്തി. അവിടെ ശ്രീകൃഷ്ണൻ തന്നെ ഏകദേശം 9 ലക്ഷത്തോളം വൻകിട രാജമന്ദിരങ്ങളാണ് നഗരത്തിലുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ 16,000 പേരെ താമസിപ്പിക്കാനുള്ള സൗകര്യത്തിന് പ്രത്യേകമൊന്നും ഒരുക്കേണ്ടതായിട്ട് വന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇവിടെ നമുക്കൊക്കെ ഒരാളെയോ വളരെ യഥാവിധി സങ്കല്പിക്കുന്നതിലെ ഈ രീതിയിൽ സങ്കല്പിച്ചുകൊണ്ട് സംരക്ഷിക്കുന്നത് വരെ പ്രായോഗിക തലത്തിൽ സാധ്യമല്ലാത്ത ഒരവസ്ഥയിൽ ഭഗവാൻ 16,000 സ്ത്രീകളെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് 16,000 രൂപങ്ങളായിട്ട് വികസിച്ച് ഏകകാലത്ത് തന്നെ വിവിധ രാജമന്ദിരങ്ങളിലായിട്ട് 16,000 പേരെ വിവാഹം ചെയ്തെന്ന് കേട്ട അദ്ദേഹം അത്ഭുതപ്പെടുകയും, നാരദരുടെ അവസ്ഥയാണ്, ഇത്രയധികം ഭാര്യമാരുമായിട്ട് കൃഷ്ണൻ ഗൃഹസ്ഥ ജീവിതം നയിക്കുന്നത് എങ്ങനെയെന്ന് അറിയാനുള്ള ആകാംക്ഷ മൂലം ഈ ലീലകൾ കാണാൻ ആഗ്രഹിച്ച് കൃഷ്ണന്റെ വിഭിന്ന ഭവനങ്ങൾ സന്ദർശിക്കാൻ നാരദർ ദ്വാരകാപുരിയിലേക്ക് യാത്ര തിരിച്ചു. അവിടെ ദ്വാരകാപുരിയിലെത്തിയ നാരദർ കണ്ട കാഴ്ചകളാണ് വിശദീകരിക്കുന്നത്. മുഴുവൻ പാർപ്പിടങ്ങളും സഭാമണ്ഡപങ്ങളും ക്ഷേത്രങ്ങളും കൊണ്ട് നിറഞ്ഞിരുന്നു ദ്വാരകാപുരി. വൈവിധ്യമാർന്ന ശില്പഭംഗി നിറഞ്ഞതായിരുന്നു അവയൊക്കെ. അവയെല്ലാം ചേർന്ന് ദ്വാരകയെ ഒരു തിളങ്ങുന്ന നഗരമാക്കി മാറ്റി. നടക്കാവുകൾ, ചത്വരങ്ങൾ, ഇടവഴികൾ, തെരുവുകൾ, പാർപ്പിടങ്ങളുടെ പടിവാതിലുകൾ എന്നിവയുടെയൊക്കെ വെടിപ്പും വൃത്തിയുമുള്ളതായിരുന്നു. വീഥികളുടെ ഇരുവശങ്ങളും
ചെറിയ കുറ്റിക്കാടുകൾ ശ്രദ്ധാപൂർവം വളർത്തിയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് നട്ടു വളർത്തിയിരുന്ന വൻ വൃക്ഷങ്ങളിൽ നിന്നും കാറ്റ് വീശിയത് കാൽനടക്കാർക്ക് വെയിൽ നിന്ന് ആശ്വാസം അരുളിയിരുന്നു. ഇത്ര പ്രീപ്ലാനോടുകൂടി ഒരു നഗരം നിർമ്മിച്ച് ഇന്നൊന്നും നമുക്ക് ഇതൊന്നും സങ്കല്പിക്കാൻ പോലും സാധ്യമല്ല. വികസനം വികസനം എന്ന് പറഞ്ഞ് നടപ്പാക്കുന്നത് നമുക്ക് നേരാവണ്ണം നടക്കാൻ പോലും പറ്റാത്ത വഴികളാണ് ഇന്നത്തെ സംവിധാനം. അത് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കാൻ പോലും പറ്റുന്നില്ല എന്നർത്ഥം. ഉണ്ടാക്കുന്നത് പോലോ എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ യഥാർത്ഥത്തിൽ ഉദ്ദേശ ലക്ഷ്യത്തിൽ വികസനത്തിൻ്റെ പ്ലാനൊക്കെ വലിയ കേമായിട്ടുണ്ടാക്കും. പക്ഷെ അത് നടപ്പാക്കുമ്പം അതിലൊക്കെ സകല വിധത്തിലുള്ള അഴിമതി കുത്തിക്കലർത്തിയിട്ട് അത് വീണ്ടും വീണ്ടും നിർമ്മിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തുന്ന വിധത്തിലാണ് അതിൻ്റെയൊക്കെ നിർമ്മാണം കോൺട്രാക്ട് കൊടുക്കുന്നത്. ഇവിടെ ശ്രീകൃഷ്ണൻ ഒരു നഗരം എങ്ങനെ പരികൽപ്പന ചെയ്തു, അതെങ്ങനെ നടപ്പാക്കി, അതൊക്കെ ഈശ്വരന് തുല്യമായിട്ടുള്ളവർക്കേ നടപ്പാക്കാൻ സാധിക്കൂ. അവിടെ അധർമ്മത്തിൻ്റെ സകലം പോലും പൊടി പോലും ഇല്ലാത്ത വിധത്തിൽ നടപ്പാക്കി അതിൽ പങ്കെടുക്കുന്നവരും അതിൽ കർമ്മം ചെയ്യുന്നവരും എല്ലാം ഭഗവാന്റെ പാർഷദന്മാരായിട്ടുള്ളവരാണ്. അതുകൊണ്ട് അവിടെ ഈ തരികിടയൊന്നും നടക്കില്ല. അഥവാ എന്തെങ്കിലും നടന്നാലും ഭഗവാൻ അത് കണ്ടുപിടിക്കുകയും ചെയ്യും. അപ്പോൾ ഭഗവാന്റെ അടുത്ത് ഈ കളിയൊന്നും നടക്കില്ല. ഇവിടെ ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് ആണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ അത് വേണ്ട വിധത്തിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് മാത്രമല്ല, അത് ശാശ്വതമായ കുറേ കാലത്തേക്കെങ്കിലും, ശ്രേയസ്സെന്ന് പറഞ്ഞാൽ തന്നെ 3 തലമുറയെങ്കിലും നിലനിൽക്കുന്ന വിധത്തിൽ ഒരു ഭരണ സംവിധാനം കൊണ്ടു നടക്കണം എന്ന് ഭഗവാൻ ഇവിടെ കാണിച്ചു തരികയാണ്. ഇവിടെ ഉപനിഷത്ത് വചനങ്ങളെ പരിപാലിച്ചുകൊണ്ട് ഇനി അടുത്ത അധ്യായത്തിലേക്ക് ചെല്ലുമ്പോൾ ഭഗവാന്റെ നിത്യകർമ്മങ്ങളെ പറ്റി പറയുന്നുണ്ട്. അതൊക്കെ വിശകലനം ചെയ്ത് പഠിക്കേണ്ടതാ. അങ്ങനെ ആ നിത്യകർമ്മങ്ങളിലൊക്കെ നിയതം കുരു കർമ്മത്തം കർമ്മ ജായോഗ്യ കർമ്മണ ശരീരയാത്രാഭിജന പ്രസിദ്ധിയത കർമ്മണ എന്ന് ഭഗവാൻ പറഞ്ഞതൊക്കെ അത് നമുക്ക് നടപ്പാക്കുന്നത് ഭഗവാനിൽ നിന്ന് മനസ്സിലാക്കണം. നമ്മളതിൻ്റെ ഒരു അംശം പോലും നിത്യകർമ്മം ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒക്കെ നിത്യകർമ്മത്തിൽ ശ്രേഷ്ഠത വരുത്തുന്നവർക്ക് ആയുരാരോഗ്യത്തോടു കൂടി ആരോഗ്യമുള്ള മനസ്സും ഇന്ദ്രിയങ്ങളും ശരീരപ്രവർത്തനങ്ങളും ഒക്കെ ഈശ്വരൻ്റെ വരദാനമാണ്. അതൊക്കെ വേണ്ട വിധത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇത്തരത്തിൽ ശ്രേഷ്ഠമായ ഒരു നഗരത്തിൻ്റെ നിർമ്മിതിക്ക് സാധിക്കും. അങ്ങനെയുള്ളവർക്ക് ആത്മസംരക്ഷണം, ജീവസംരക്ഷണം, കുടുംബ സംരക്ഷണം, സമൂഹ സംരക്ഷണം യഥാവിധി സാധിക്കുകയുള്ളൂ. അത് ഈശ്വരനെ ആശ്രയിച്ചുകൊണ്ട് ധർമ്മത്തിനനുസരിച്ചുകൊണ്ട് ചിന്തിക്കുകയും പറയുകയും പ്രവർത്തിക്കുന്നവർക്ക് പുരുഷാർത്ഥങ്ങളൊക്കെ തനിയെ വന്നു ചേരും. അങ്ങനെയുള്ള ധർമ്മം നടപ്പാക്കുന്നവർക്കാണ് മോക്ഷപ്രാപ്തിയിലേക്ക് എത്താൻ സാധിക്കുക. ഇവിടെ ഭഗവാൻ ശരിക്കും മാതൃക കാണിക്കുകയാണ് നമ്മളെ. അപ്പം വെറുതെ ഭഗവാന്റെ കഥ പഠിച്ചത് കൊണ്ടോ അത് കാണാപ്പാടം പഠിച്ചതുകൊണ്ടോ ഭഗവാന്റെ വേഷം കെട്ടി കുട്ടികളെ വേഷം കെട്ടി നടത്തി നഗരവീഥികളിൽ കൂടെ നടത്തിച്ചതുകൊണ്ടോ ഒന്നും യഥാർത്ഥ തത്വബോധമോ അതനുസരിച്ചുകൊണ്ട് ഭഗവാന്റെ പദ്ധതി അനുസരിച്ചുകൊണ്ട് എങ്ങനെ കുടുംബ സംരക്ഷണം, ഒരു സമൂഹ സംരക്ഷണം നടത്തണം എന്ന് ഉള്ള അവബോധം നമുക്ക് ഉണ്ടാകണമെങ്കിൽ നമ്മൾ ആദ്യം നമ്മളെ തന്നെ ഉദ്ധരിക്കണമെന്ന് ഭഗവാൻ പറഞ്ഞല്ലോ. ഈ ത്രിഗുണാത്മകമായിരിക്കുന്ന പ്രകൃതി, മൂലപ്രകൃതിയുടെ സ്വഭാവത്താൽ ഈ ഭൗതികത ആണ് സത്യം എന്ന് വിചാരിച്ചുകൊണ്ട് അതിനെ ആശ്രയിച്ചുകൊണ്ട് ജീവിച്ചാൽ, ഈശ്വരനെ ആശ്രയിക്കാതെ ഈ ഭൗതികതയാണ് ജഗത്ത് കാണുന്ന ദൃശ്യപ്രപഞ്ചമാണ് സത്യം എന്ന് വിചാരിച്ചുകൊണ്ട് ഇന്ദ്രിയ മനോ സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ഭൗതികമായിട്ട് കണ്ടതിൻ്റെയും കേട്ടതിൻ്റെയും പിന്നാലെ പരക്കം പാഞ്ഞ് അതൊക്കെ നേടുന്നതിന് വേണ്ടിയിട്ട് എല്ലാവിധ തരികടകളും ആസുരീഭാവവും ആർജിച്ചുകൊണ്ട് അതനുസരിച്ച് പ്രവർത്തിച്ചാൽ നേടുന്നതിൽ ആസുരി സമ്പത്തായിരിക്കും. അത് ആർക്കും അവനവനും പ്രയോജനപ്പെടില്ല, വരും തലമുറയ്ക്കും പ്രയോജനപ്പെടുകയില്ല. അങ്ങനെയൊന്നും രാജ്യം സംരക്ഷിക്കാൻ സാധ്യമല്ല. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേനമാർഗേണ മഹിമഹീശാഗോ ബ്രാഹ്മണേഭ്യ ശുഭോസ്തിത്യം ലോകാസമസ്താ സുഖിനോ ഭവന്തു. ലോകാസമസ്താ സുഖിനോ ഭവന്തു എന്ന വാക്ക് മാത്രം എല്ലായിടത്തും എഴുതി വെച്ചിട്ടും അതൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ആ ലോകാസമസ്താ സുഖിനോ ഭവന്തു എന്ന അതിനു മുമ്പ് പറഞ്ഞ വാക്കുകളെ പരിപാലിക്കണം. അപ്പോഴേ ലോകത്തിന് സുഖം ഉണ്ടാകാൻ സാധിക്കും. അതാദ്യം ബേസിക്കായിട്ട് നമ്മൾ ഓരോരുത്തരും മാറണം എന്നർത്ഥം. നമ്മുടെ സ്വഭാവത്തിൽ തന്നെ
യമനിയമങ്ങൾ പാലിക്കുന്നവരാകണം, നിത്യനൈമിത്യ കർമ്മങ്ങൾ യഥാവിധി ചെയ്യുന്നവരാണ്, താൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മറ്റൊരാളെ ഏൽപ്പിക്കാതെ സ്വയം ചെയ്യണം, മറ്റൊരാളെ ഏൽപ്പിക്കേണ്ട കർമ്മങ്ങളെ യഥാവിധി അതിൻ്റെ യഥാർത്ഥത്തിൽ സത്യബോധത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഈശ്വരനെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്നവരിൽ ആ ധർമ്മത്തിൻ്റെ ബോധമുള്ളവരെ വേണം മറ്റു ഒരു കർമ്മത്തെ ഏൽപ്പിക്കാൻ. അവിടെ കൂടി ചെയ്യുന്ന കർമ്മവും യഥാവിധി ഇവിടെ ധർമ്മബോധത്തോടു കൂടി നടപ്പാക്കുമ്പോൾ മാത്രമേ ഇത്തരത്തിലൊരു നഗരത്തിൻ്റെ സൃഷ്ടിയൊക്കെ നടത്താനും അത് വരും തലമുറയിലേക്ക് വരെ മാതൃകാപരമായിട്ട് നിലനിർത്താനൊക്കെ സാധിക്കുകയുള്ളൂ എന്നർത്ഥം. അതുകൊണ്ട് അവിടെ എല്ലാ വിധത്തിലുമുള്ള കാഴ്ചപ്പാടുകളുടെ ശ്രദ്ധാപൂർവം നഗരങ്ങളെ സംരക്ഷിച്ച് നിർത്തിയിരുന്നത് നാരദർ കണ്ടു. ഇടയ്ക്കിടയ്ക്ക് നട്ടു വളർത്തിയിരുന്ന വൻ വൃക്ഷങ്ങളിൽ നിന്ന് പോലും കാറ്റ് വീശിയത് കാൽനടക്കാർക്ക് വെയിൽ നിന്ന് ആശ്വാസം അരുളുന്ന വിധത്തിലായിരുന്നു. ഇവിടെയാണ് പരസ്പരം ഭാവേന്തക എന്ന് പറയുന്നത്. ഒരു കുട്ടി ജനിച്ചാൽ തന്നെ ഒരു മരം വച്ചു പിടിപ്പിക്കണമെന്നാ ശാസ്ത്രം പറയുന്നത്. കാരണം എന്താ? അത് ഒരു മരത്തിൽ നിന്ന് ഉണ്ടാകുന്ന നിശ്വാസവായു നമ്മുടെ ശ്വാസവായുവാണ്. നമ്മളിൽ നിന്ന് നിശ്വസിക്കുന്ന, നമ്മൾ വേസ്റ്റാക്കി കളയുന്ന വായു, നിർഗമിക്കുന്ന വായു ഒരു മരത്തിന് ശ്വാസവായുവാണ്. അപ്പം ഈ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട്, മരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് പരസ്പരം ഭാവയന്തക. അത് അതേതനമാണ്, ഇല്ലെങ്കിൽ മരത്തിന് എന്താ ചെയ്യാൻ സാധിക്കുക എന്നൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ പരസ്പരം ഭാവയന്ത എന്ന് പറഞ്ഞാൽ ഈ പ്രകൃതിയിൽ ആവശ്യമില്ലാത്തതൊന്നും ഭഗവാൻ സൃഷ്ടിച്ചു വെച്ചിട്ടില്ല. അത് പരസ്പരം ബന്ധപ്പെട്ട് തന്നെ ഇത് നിലനിൽക്കാൻ സാധിക്കൂ. അപ്പോഴേ സമൂഹ സംരക്ഷണം കൂടി ചെയ്യേണ്ട കർമ്മത്തിൽ ഈ ജഗത്ത് മുഴുവൻ ഭാഗമാക്കാണെന്നർത്ഥം. ഓരോ തരി മണ്ണിന് പോലും അതിൻ്റെതായ ധർമ്മം ഭഗവാൻ വിധിച്ചിട്ടുണ്ട്. അപ്പോൾ വേസ്റ്റായിട്ട് ഭഗവാന്റെ സൃഷ്ടിയിൽ ഒന്നും തന്നെയില്ല. നമ്മുടെ ശരീരത്തിലുള്ള ഓരോ രോമകൂപങ്ങൾ പോലും എന്താ, നാഡീവ്യൂഹങ്ങളായിക്കോട്ടെ, ശരീരത്തിൻ്റെ ഓരോ കോശങ്ങളായിക്കോട്ടെ, ഇതൊക്കെ അതിൻ്റേതായ ധർമ്മത്തെ നിർവഹിക്കുന്നതിന് ഉതകുന്ന വിധത്തിലാണ് സൃഷ്ടിക്കുക. ആവശ്യമില്ലാത്തൊന്നും ശരീരത്തിൽ സൃഷ്ടിച്ചു വെച്ചിട്ടില്ല. അതിൻ്റെ പ്രക്രിയകളൊക്കെ വളരെ ചിട്ടപ്പെടുത്തി അത് അതേപടി കൃത്യനിഷ്ഠയോടെ നടക്കുന്നതുകൊണ്ടാണ് ഞാനെന്നും എൻ്റെ എന്ന് പറഞ്ഞ കേമത്തം കാണിച്ചുകൊണ്ട് നമ്മൾ നടക്കണം. അപ്പോൾ നമ്മൾ ഈ ശരീരത്തിൻ്റെ, ഭഗവാനാ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ശരീരത്തിൻ്റെ പോലും കേവലം സൂക്ഷിപ്പുകാരാണ്. അത്രമാത്രം ശ്രേഷ്ഠമാണ്. അപ്പം ആ ഒരു ശരീരം സൃഷ്ടിച്ചതിന് എന്തൊക്കെ കൺസെപ്റ്റ്, ഇല്ലെങ്കിൽ എന്തൊക്കെ കണ്ടൻസും ക്വാളിറ്റി എല്ലാം ഉപയോഗിച്ചിട്ടുണ്ടോ അതേപോലെയാണ് പ്രപഞ്ച സൃഷ്ടിയിലും ഭഗവാൻ ചെയ്തിരിക്കുന്നതെന്നർത്ഥം. പ്രപഞ്ചം തന്നെ ഭഗവാന്റെ ശരീരമായിട്ടാണ് കണക്കാക്കുന്നത്. അതാണ് വിരാട രൂപം, വിശ്വരൂപം എന്ന് പറയുന്നത്. അപ്പം ഇതെല്ലാം ചേർത്തിട്ട്, എല്ലാ ഘടകങ്ങളെയും ചേർത്തുകൊണ്ട് എങ്ങനെ ആത്മസംരക്ഷണം, എങ്ങനെ ജീവസംരക്ഷണം, എങ്ങനെ ഒരു കുടുംബ സംരക്ഷണം, എങ്ങനെ ഒരു സമൂഹം സംരക്ഷിക്കണം എന്ന് ദ്വാരകാപുരി മാതൃകാപരമായിട്ട് തന്നെ സൃഷ്ടിച്ച് പരിപാലിച്ച് ഭഗവാൻ കാണിച്ചു തരുന്നു എന്നർത്ഥം. അത് ദേവർഷിക്ക് പോലും അത്ഭുതകരമായിട്ട് തോന്നുന്നു, ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്ന്. അപ്പോൾ ഈ ഭഗവാൻ തന്നെ 16,000 രൂപത്തിൽ വികസിച്ച് ഓരോ സ്ത്രീകളെയും കുടുംബങ്ങളെയും സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള സകല മനുഷ്യരും തന്നെ ഭഗവാന്റെ അവതാരങ്ങൾ തന്നെയാണ്. അപ്പോൾ ഭഗവാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്ക് എന്തുകൊണ്ട് അവബോധത്തോടു കൂടി പ്രവർത്തിച്ചുകൂടാ എന്നാണ്. അപ്പോൾ നമുക്ക് ഒരു കുടുംബത്തെ പോലും സന്തോഷപരമായിട്ട് സംരക്ഷിക്കാനുള്ള ആ ബുദ്ധിയും ധർമ്മബോധവും ഇല്ലെങ്കിൽ എന്തുകൊണ്ടില്ല? ഈ മായയിൽപ്പെട്ടിട്ടാ. ഈ ദൃശ്യപ്രപഞ്ചമാണ്, ഈ ജഗത്താണ് സത്യം എന്ന് വിചാരിച്ചുകൊണ്ട് ഈശ്വരനെ ആശ്രയിക്കാതെ അഹങ്കാരത്താൽ കാട്ടിക്കൂട്ടുന്ന പ്രവർത്തനങ്ങളെ കൊണ്ട് നമുക്ക് തന്നെ ആത്മസംരക്ഷണവും ജീവസംരക്ഷണവും കുടുംബ സംരക്ഷണവും സമൂഹ സംരക്ഷണവും സാധിക്കാതെ വരുന്നു എന്നുള്ള സത്യം. എന്നിട്ട് പരിഭ്രാന്തി പിടിച്ച് ദുഃഖത്തിൻ്റെ കെടുതിയിൽ പരിഭ്രാന്തരായിട്ട് ഓടിപ്പാഞ്ഞ് നടക്കുക. ഈ മനുഷ്യരൊക്കെ എന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്ന് ഭഗവാൻ തന്നെ ഉദ്ധവരോട് ചോദിക്കുന്ന സന്ദർഭമുണ്ട്. ഇത്രയൊക്കെ ഭഗവാൻ കൃത്യമായിട്ട് മാതൃകാപരമായിട്ട് ജീവിച്ച് കാണിച്ചു തന്നിട്ടും എത്തിതാചരതി ശ്രേഷ്ഠത ദേവതാരോചനാഹസയൽ പ്രമാണം കുരുതേ ലോകസ്ഥേതും അനുവർത്തതേ എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞു തരികയും ചെയ്തു. എന്നിട്ടും ഭഗവാനെ ആശ്രയിക്കാതെ ഭൗതികതയെ ആശ്രയിച്ചുകൊണ്ട് അഥവാ ഇനി ഭക്തിയുള്ളവർ ഭഗവാനെ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഈ ഭൗതികതയെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഭഗവാനിൻ്റെ പിന്നാലെ നടക്കണം. അല്ലാതെ ഭഗവാനെ ആശ്രയിച്ചിട്ട് അർത്ഥകാമങ്ങളെ നേടാൻ വേണ്ടിയിട്ടല്ല. ഈ അർത്ഥകാമങ്ങളെ നേടുന്നതിന് വേണ്ടിയിട്ട് ഭഗവാനെ ശരണം പ്രാപിക്കുക. അപ്പോൾ പ്രത്യക്ഷത്തിൽ ചിലതൊക്കെ ഭക്തിയുടെ ഭാവം കൊണ്ട് ചിലപ്പോൾ യോഗക്ഷേമമൊക്കെ കിട്ടിയാലും അതിൽ അഹങ്കരിക്കും, പിന്നെ അതിൽ നിന്നുള്ള ദോഷങ്ങളും ഫലങ്ങൾ അനുഭവിക്കും. അപ്പോൾ അത് നഷ്ടപ്പെടും, പിന്നെയും കരഞ്ഞു വിളിച്ചുകൊണ്ട് നടക്കും. ഇതൊക്കെയാണല്ലോ നടക്കുന്നത്. അതുകൊണ്ട് ദ്വാരക എന്ന ഈ മഹാനഗരത്തിൻ്റെ പരമപുരുഷനായിരിക്കുന്ന ഭഗവാൻ കൃഷ്ണന് അനേകം ഗേഹങ്ങളുണ്ടായിരുന്നു.
അദ്ദേഹത്തെ ആരാധിക്കാനായിട്ട് ചക്രവർത്തിമാരും രാജാക്കന്മാരും ഇവിടം സന്ദർശിച്ചു പോന്നു. അപ്പം പല രാജാക്കന്മാരും ഈ ദ്വാരകാപുരിയെ കാണുന്നതിനും മനസ്സിലാക്കുന്നതിനും വേണ്ടിയിട്ട് അന്നത്തെ ചക്രവർത്തിമാർ പോലും അവിടെ ചെന്നിരുന്നു എന്നാണ് പറയുന്നത്. ദേവശില്പിയായ വിശ്വകർമാവിൻ്റെ പ്രത്യേക മേൽനോട്ടത്തിലായിരുന്നു നഗര സംവിധാനം ചെയ്തിരിക്കുന്നത്. ഈ കൊട്ടാരങ്ങളുടെ നിർമ്മാണത്തിൽ, അതാണ് നമ്മൾ ചെയ്യാൻ പറ്റാത്ത കാര്യം, മറ്റൊരാളെ ഏൽപ്പിക്കണം എന്നുള്ള വ്യവസ്ഥിതി ഭഗവാൻ നടപ്പാക്കി കാണിച്ചു. വിശ്വത്തിൻ്റെ സൃഷ്ടി നടത്തുന്ന വിശ്വകർമാവിനെയാണ് ദ്വാരകാപുരിയുടെ സൃഷ്ടിക്ക് വേണ്ടിയിട്ട് നിയോഗിച്ചതും അതിൻ്റെ വ്യവസ്ഥിതികളെല്ലാം ചിട്ടപ്പെടുത്തുന്നതിനും അത് നടപ്പാക്കുന്നതിനും വേണ്ടിയിട്ട് വിശ്വകർമാവിനെ ഏൽപ്പിച്ചു. അപ്പോൾ അതിനെല്ലാം പ്രാപ്തിയുള്ള ഒരാളെ ഭഗവാൻ തിരഞ്ഞെടുത്ത് അങ്ങനെ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചു. അവിടെ ഈ അഴിമതിയും ഇല്ലെങ്കിൽ തരികിടയൊന്നും കാണിക്കുന്ന ആളായിരുന്നില്ല എന്നർത്ഥം. അതുകൊണ്ട് വിശ്വകർമാവിൻ്റെ പ്രത്യേക മേൽനോട്ടത്തിലായിരുന്നു നഗരത്തിൻ്റെ സംവിധാനം നടപ്പാക്കിയത്. ഈ കൊട്ടാരങ്ങളുടെ നിർമ്മാണത്തിൽ അസാമാന്യമായ വൈദഗ്ധ്യവും ഭാവനയും അദ്ദേഹം പ്രകടിപ്പിച്ചിരിക്കുകയും ചെയ്തിരുന്നു. 16,000 പാർപ്പിടങ്ങളിൽ ഓരോന്നിലും ഭഗവാൻ കൃഷ്ണന്റെ ഓരോ ഭാര്യമാരാണ് പാർത്തിരുന്നത്. ഇത്തരം ഒരു ഭവനത്തിനുള്ളിൽ നാരദൻ പ്രവേശിച്ചു. അതിലെ തൂണുകൾ പവിഴം കൊണ്ടാണ് നിർമ്മിച്ചിരുന്നത്. മറ്റ് രത്ന ഖചിതമായിരുന്നു. തൂണുകൾക്കിടയിൽ കാമനകളും ഭിത്തികളും വിവിധ തരത്തിലുള്ള ഇന്ദ്രിയ കല്ലുകളിൽ നിന്ന് പ്രഭയിൽ കുളിച്ചു നിന്നിരുന്നു. വിശ്വകർമാവ് നിർമ്മിച്ച മുത്തുമാലകൾ കൊണ്ട് അലങ്കരിച്ച അനേകം മേലെ കട്ടികൾ കൊട്ടാരത്തിൽ എമ്പാടുമുണ്ടായിരുന്നു. ആനക്കൊമ്പിൽ നിർമ്മിച്ച സ്വർണവും വജ്രവും പതിച്ച കസേരകളും മറ്റ് ഉപകരണങ്ങളും ധാരാളമായിട്ട് കണ്ടു. രത്നം പതിച്ച ദീപങ്ങൾ കൊട്ടാരത്തിനുള്ളിൽ ഇരുട്ട് നിശേഷം അകറ്റിയിരുന്നു. ധാരാളമായിട്ട് കത്തിച്ചു വച്ചിരുന്ന സുഗന്ധ വസ്തുക്കളിൽ നിന്നുയർന്ന പുക ജനാലകളുടെ പുറത്തേക്ക് കടക്കുന്നത് കണ്ട് അത് മേഘങ്ങളാണെന്ന് ഭ്രമിച്ച് പടവുകളിൽ ഇരുന്നിരുന്ന മയിലുകൾ ആനന്ദ നൃത്തം നടത്തി. കൈവളകളും കണ്ഠാഭരണങ്ങളും വിശേഷിച്ച് വസ്ത്രങ്ങളും അണിഞ്ഞ അനേകം ദാസിമാർ അകത്തളങ്ങളിൽ കാണപ്പെട്ടിരുന്നു. ഇതിൻ്റെ കൂടുതൽ വിശദീകരണം നമുക്ക് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും നമസ്കാരം.